ഹായ് ഹലോ ടാലൻറ്റ് റിസോർട്ടിലുള്ള ബാക്കി വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. അതിനുശേഷം പൂളിലൊക്കെ ഇറങ്ങി കളിച്ചായിരുന്നേ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ ടീ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. വയനാട്ടിലെ ടീയും കോഫീൻ്റെ പ്രത്യേകത പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, അത്രയും ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ടീയും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DJ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബോയ്സ് ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയിട്ട് തിരിച്ചു വരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ആക്കി കേട്ടോ. അതിനുശേഷം ഞങ്ങളിതേ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു കയറ്റമില്ലേ, അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് അങ്ങോട്ട് എത്തുന്ന പോലെ തോന്നിയുകൊണ്ടാണ് എല്ലാവരും കൂടി ആ ഒരു രീതിക്ക് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഏകദേശം ഞങ്ങൾക്ക് തിരിച്ചു പോവുകയാണല്ലോ. അപ്പം മാക്സിമം എനർജി എടുത്ത് ഡാൻസ് കളിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ ഫുൾ എനർജിയൊക്കെ എടുത്ത് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സത്യാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ. ഞാൻ എൻ്റെ ഇതിന് മുന്നേയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ബസ് ഉണ്ടായിരുന്നു. ഒന്ന് ബോയ്സ് ആയിരുന്നു ആ ബസ്സിൽ മുഴുവനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബസ്സിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയായിരുന്നുള്ളത് നമ്മൾ ഇപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. കാരണം അവരുടെ ലൈറ്റിങ്ങും അവരുടെ ആ ബസ്സിനുള്ള ആ ഒരു ആംബിയൻസും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവരുടെ ബസ്സിലുണ്ടായിരുന്ന ആ ഒരു എഫക്റ്റ്. ഫുള്ള് സ്മോക്കും ലേസറും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നേ. ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടോ. ഈ ഒരു പേരും പറഞ്ഞിട്ട് ജോൻ്റെ അടുത്ത് വഴക്കും ഉണ്ടാക്കിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് സ്കൂൾ ബസ് പോലത്തെ ഒരു ബസ്സും തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്ത് പറയാനാ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ബസ്സും വെച്ച് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേ. ശരിക്കും ഈ ഒരു എഫക്റ്റും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവർ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച്. ഇവരുടെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോഴാട്ടോ ഇവർ ആ ബസ്സിൽ അത്രത്തോളം ആർമാദിച്ചെന്ന് മനസ്സിലായത്. അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇവരും എല്ലാവരും. അങ്ങനെ ഞങ്ങളിനി പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നും വയനാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം ഞങ്ങൾ ഈ ഒരു സ്പോട്ട് തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. അതായത് താമരശ്ശേരി ചുരം ആ ഒരു സ്ഥലത്തുള്ള കോപ്പർ കിച്ചണിലേക്കാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാറുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്തുള്ള ഒരു ആംബിയൻസ് പോലെ തന്നെ അവിടുത്തെ ഫുഡും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചു. അതിനുശേഷം മെയിൻ കോഴ്സൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി അവർ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്താ പറയുക, ഇവിടുത്തെ ഫുഡ് വേറെ ലെവൽ തന്നെയാണ്. അത്രയും അടിപൊളി തന്നെയാണ്. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഒരു മിനി ഫലൂദയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കുടിച്ച ശേഷം വീണ്ടും ബസ് കയറി. അപ്പോൾ ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ, മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ഞങ്ങൾക്ക് ഇനി നമ്മുടെ നാട്ടിൽ തിരിച്ചെത്താനായിട്ട്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള പോലെ ഞങ്ങൾ ആ ബസ്സിൽ അത്രയും മാക്സിമമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രിപ്പും ശരിക്കും പറഞ്ഞാൽ ഓരോ മെമ്മറീസ് തന്നെയാണ്. അപ്പം ഇതുപോലത്തെ ട്രിപ്പൊക്കെ നമ്മൾ കമ്പനി അറേഞ്ച് ചെയ്ത് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. ഇനി ഇതുപോലെ ട്രിപ്പ് നെക്സ്റ്റ് ഇയറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ 1 ഇയർ അടുത്ത ഈ ഒരു ഇതുപോലത്തെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഡെസ്റ്റിനേഷൻ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. കാരണം പോകുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, അതേ ഞങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.